ഇപ്പോഴത്തെ ഏറ്റവും വലിയ സംഭാഷണ വിഷയം മറുനാടൻ ചാനൽ ഉടമ ഷാജൻ സ്കറിയയാണ്. ഷാജൻ സ്കറിയയെ അർദ്ധരാത്രിയോടുകൂടി പോലീസ് അറസ്റ്റ് ചെയ്തതും അർദ്ധനഗ്നനായി ഷാജൻ സ്കറിയ പോലീസ് കസ്റ്റഡിയിൽ നിൽക്കുന്നതും പിന്നീട് ജാമ്യം ലഭിക്കുന്നതും ഒക്കെ കണ്ട് മതിമറന്നുപോയി കേരളീയർ. എന്തായാലും ഷാജൻ സ്കറിയയ്ക്ക് ഫ്രീ പബ്ലിസിറ്റി കിട്ടി. ഫ്രീ ആയി കുറച്ച് പബ്ലിസിറ്റി ഷാജൻ സ്കറിയയ്ക്ക് ഇതിലൂടെ കിട്ടി. അദ്ദേഹത്തിൻ്റെ ചാനലിനും വലിയൊരു പബ്ലിസിറ്റി കിട്ടി. എന്തിനായിരുന്നു ഈ ഒരു അറസ്റ്റ് നാടകം എന്നതാണ് മനസ്സിലാകാത്തത്. ജാമ്യം ലഭിക്കാവുന്ന ഒരു കേസിൽ പോലീസ് കയറി ഷാജൻ സ്കറിയയെ ഷട്ടിടാൻ അനുവദിക്കാതെ തൂക്കിക്കൊണ്ട് പോവുക, പിന്നീട് മജിസ്ട്രേറ്റ് ജാമ്യം നൽകുക. തൂക്കിക്കൊണ്ട് പോകുമ്പോഴെല്ലാം ഷാജൻ സ്കറിയ വിളിച്ച മുദ്രാവാക്യം പിണറായിസം തുലയട്ടെ, പിണറായി വിജയൻ ചതിയനാണ്, പിണറായി വിജയൻ വർഗവഞ്ചകനാണ് എന്നൊക്കെയായിരുന്നു അദ്ദേഹം വിളിച്ച മുദ്രാവാക്യം. അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം കേട്ട് സംഘികൾ കോൾമേർ കൊണ്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും. മാത്രമല്ല, അദ്ദേഹം പൂർവാധികം ശക്തിയോടെ തൻ്റെ ചാനലിൽ വന്നിരുന്ന് വാർത്തയും വായിക്കുന്നു. ഇവിടെ ഇദ്ദേഹത്തിന് ഈ പബ്ലിസിറ്റി കൊടുക്കാൻ ആരാണ് തീരുമാനിച്ചത് എന്ന ചോദ്യം ബാക്കി. മാഹി സ്വദേശിനിയായ ഒരു സ്ത്രീ നൽകിയ പരാതിയിന്മേൽ, അവരെ അപകീർത്തിപ്പെടുത്തി എന്ന പരാതിയിന്മേൽ, അതിന്മേലാണ് ഷാജൻ സ്കറിയയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. ഷാജൻ സ്കറിയയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കി മാറ്റി. തന്നെ ഷട്ടിടാൻ പോലും അനുവദിക്കാതെ അർദ്ധനഗ്നനായി പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്നാണ് ഷാജൻ പറയുന്നത്. ഷർട്ട് വേണോ എന്ന് ചോദിച്ചപ്പോൾ, അടിപൊളി ഷർട്ട് വേണോ എന്ന് ചോദിച്ചപ്പോൾ താൻ ഇടുന്ന രീതിയിലുള്ള ഷർട്ട് മതിയെന്ന് ഷാജൻ പറഞ്ഞത്രേ. അതുകൊണ്ട് ആ ഷർട്ട് കിട്ടാത്തതുകൊണ്ട് അർദ്ധനഗ്നനായി ഷാജൻ പോലീസിനോടൊപ്പം പോയ വഴിയിലൊക്കെ മാധ്യമപ്രവർത്തകരും പോലീസിനോടൊപ്പം പോയി. എന്തായാലും മാധ്യമ ശ്രദ്ധ ഷാജന് നേർക്ക് തിരിക്കാൻ, അല്ലെങ്കിൽ ഷാജന് പബ്ലിസിറ്റി കൊടുക്കാൻ, ഫ്രീ ആയി പബ്ലിസിറ്റി കൊടുക്കാൻ കേരളത്തിലെ പോലീസിന് സാധിച്ചു. അതാണ് ഈ അറസ്റ്റ് നാടകത്തിൻ്റെയും ഈ ജാമ്യ നാടകത്തിൻ്റെയും പ്രസക്തി. ഷാജനെ അറസ്റ്റ് ചെയ്താൽ ജാമ്യം കിട്ടും എന്നുള്ളത് പോലീസിന് അറിയാമായിരുന്നു. എന്നിട്ടും ഇതെന്തിനാണ് ഇങ്ങനെ പോലീസ് ചെയ്തത് എന്ന ചോദ്യം ബാക്കി. എന്തായാലും BJPക്കാർ, സംഘപരിവാറുകാർ ഒക്കെ ഷാജൻ്റെ ഈ അറസ്റ്റിനെ ആഘോഷമാക്കി മാറ്റി. വലിയൊരാഘോഷമാക്കി തന്നെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഷാജൻ സ്കറിയ ഇനിയിപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിയായി വന്നാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. 2026 നിയമസഭാ ഇലക്ഷനിൽ ഒരുപക്ഷെ ഷാജൻ സ്കറിയ BJPയുടെ സ്ഥാനാർത്ഥിയായി അവതരിക്കപ്പെടും. ഷാജൻ സ്കറിയ ഇപ്പോൾ BJPക്കാർക്ക് പുലിയാണ്. വെറും പുലിയല്ല, ഉപ്പിലിയാണ്. പിണറായി വിജയനെ ചീത്ത വിളിക്കുന്ന, പിണറായി വിജയൻ്റെ മകളെ ചീത്ത വിളിക്കുന്ന, പിണറായി വിജയൻ്റെ മരുമകനും മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെ ചീത്ത വിളിക്കുന്ന ഒക്കെ പുലിയാണ് ഷാജൻ സ്കറിയ. ആ ഷാജൻ സ്കറിയയുടെ ചീത്തവിളി സംഘപരിവാർ ആഘോഷിക്കുന്നുണ്ട്. അത് അഗ്രസീവായ ജേർണലിസം എന്നാണ് ഷാജൻ സ്കറിയ സ്വയം വിശേഷിപ്പിക്കുന്നത്. എന്തായാലും നമ്മുടെ കേരള പോലീസിന് പാളിച്ചകൾ പറ്റുന്നു എന്ന് പറയാനാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ഇഷ്ടം. അതാണ് സത്യം. കേരള പോലീസിന് നിരന്തരം പാളിച്ചകൾ പറ്റുന്നു. അല്ലെങ്കിൽ ഇതുപോലൊരു അബദ്ധം കേരള പോലീസ് കാണിക്കുമോ? ജാമ്യം കിട്ടാവുന്ന ഒരു കേസിൽ അർദ്ധരാത്രി ഷാജൻ സ്കറിയയെ പോലെ ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കുന്ന സംഘികളുടെ പൊന്നോമനയായ ഒരാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അത് ജാമ്യം കിട്ടുന്ന കേസാണെന്നുള്ളത് പോലീസ് മനസ്സിലാക്കണമായിരുന്നു. ജാമ്യം കിട്ടിയ ഷാജൻ പൂർവാധികം ശക്തിയോടെ, സ്റ്റാർ ഇമേജോടെ തിരിച്ച് വന്നിരിക്കുന്നു. ഇപ്പോൾ സംഘികളുടെ പുലിയും പുപ്പിലിയും സൂപ്പർ സ്റ്റാറും മെഗാസ്റ്റാറും ഒക്കെയായി ഷാജൻ മാറിയിരിക്കുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ്
ഷാജന് കിട്ടിയാലും അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. ഷാജൻ തൻ്റെ അറസ്റ്റിനെ അതിമനോഹരമായി മാർക്കറ്റ് ചെയ്തു എന്നതും ശ്രദ്ധേയം. അർദ്ധനഗ്നനായി പോലീസിനോടൊപ്പം പോയ ഷാജൻ പിന്നീട് മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞതൊക്കെ പിണറായിസത്തിന് എതിരാണ്. പിണറായിസം നശിക്കട്ടെ എന്നൊക്കെയാണ്. അങ്ങനെ ഒരു ഇസമുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ ഷാജൻ അങ്ങനെ ഒരു ഇസം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. പോലീസിനെ പിഴയ്ക്കുന്നു. വേടനെ അറസ്റ്റ് ചെയ്തത് വലിയൊരു പിഴവാണ്. വേടനെ ക്രൂശിക്കാൻ ശ്രമിച്ചത് വലിയൊരു പിഴവാണ്. ഷാജനെ അറസ്റ്റ് ചെയ്ത രീതി തെറ്റാണ്. ഷാജന് വെറുതെ ഷോ കാണിക്കാൻ വേണ്ടി, പട്ടി ഷോ കാണിക്കാൻ വേണ്ടിയുള്ള മാർഗം ഉണ്ടാക്കി കൊടുത്തു കേരളത്തിലെ പോലീസ്. ഇങ്ങനെ ഒരാളെ, ഒരു മാധ്യമപ്രവർത്തകനെ അർദ്ധരാത്രി വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുന്ന രീതി ശരിയൊന്നുമല്ല. ഷാജൻ സ്കറി എന്തായാലും ഒരു മാധ്യമപ്രവർത്തകനാണ്. അയാൾ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് അനുബന്ധമായ നോട്ടീസ് കൊടുക്കണം. അതിന് അനുബന്ധമായ കാര്യകാരണ സഹിതം അയാളെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. ഇതൊക്കെ വേണം. പക്ഷേ ഇതൊന്നുമില്ലാതെയാണ് ഷാജനെ അറസ്റ്റ് ചെയ്തതെന്ന് അയാൾ പറയുന്നു. അയാൾക്ക് ഷട്ടിടാനുള്ള അവസരം നൽകിയില്ല എന്ന് അയാൾ പറയുന്നു. അതുകൊണ്ടാണ് താൻ അർദ്ധനഗ്നനായി അടിവസ്ത്രം മാത്രം ധരിച്ച് അർദ്ധനഗ്നനായി സമക്ഷത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വന്നതെന്ന് അയാൾ പറയുന്നു. പോലീസ് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. പോലീസ് ഷാജനെ അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഹാജരാക്കി. അവിടെ നിന്ന് അയാൾക്ക് ജാമ്യവും ലഭിച്ചു. പക്ഷേ നാടകം അവിടെ തീരുന്നില്ല. നാടകം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. ഷാജന് ഇപ്പോൾ ഭയങ്കര ഒരു ഇമേജാണ് സംഘപരിവാറുകാർക്ക് ഇടയിൽ. മറുനാടൻ മലയാളി എന്ന ചാനലിനെ പറ്റി കേട്ടില്ലാത്തവർ പോലും ആ ചാനൽ കാണാൻ വെമ്പൽ കൊള്ളുന്ന അവസ്ഥ. ഈ അറസ്റ്റിലൂടെ ജയിച്ചത് ഷാജനാണ്, തോറ്റത് കേരള പോലീസാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് വലിയൊരു നാണക്കേടാണ് ഈ അറസ്റ്റ്. ഒരു മാധ്യമപ്രവർത്തകനെ അർദ്ധരാത്രിയിൽ കയറി അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഗുരുതരമായ കുറ്റം അയാൾ ചെയ്തിരിക്കണം. ജാമ്യം ലഭിക്കാത്ത വിധത്തിലുള്ള കുറ്റം ചെയ്തിരിക്കണം. അത്തരം കുറ്റമൊന്നും ഷാജൻ ചെയ്തിട്ടില്ല എന്ന് ജാമ്യം കിട്ടിയതോടുകൂടി മനസ്സിലായി. ഷാജൻ വലിയ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. ഒരു അപകീർത്തി കേസ്, മാഹി സ്വദേശിനി കൊടുത്ത ഒരു അപകീർത്തി കേസ്. ആ കേസിൻ്റെ തുമ്പ് പിടിച്ച് പോലീസ് ഷാജനെ അറസ്റ്റ് ചെയ്യുന്നു. ഷാജന് ഒരു ബലിദാനിയുടെ ഇമേജ് ഉണ്ടാക്കി വയ്ക്കുന്നു. ഷാജന് പീഡിപ്പിക്കപ്പെട്ട പത്രപ്രവർത്തകൻ്റെ ഇമേജ് ഉണ്ടാക്കി വയ്ക്കുന്നു. ഷാജന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പത്രപ്രവർത്തകർ ഓരോ കോണിൽ നിന്ന് വരുന്നു. അഡ്വക്കേറ്റ് ജയശങ്കറൊക്കെ ഷാജന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഉറഞ്ഞാടുന്നു. ഇതിനൊക്കെ ഉള്ള അവസരം ഉണ്ടാക്കിയത് പോലീസാണ്. ജാമ്യം ലഭിക്കാത്ത കേസാണെങ്കിൽ, ജാമ്യം ലഭിക്കാത്ത കുറ്റകൃത്യമാണെങ്കിൽ പോലീസിന് ഈ പറയുന്ന പോലെ എന്ത് തെണ്ടിത്തനവും കാണിക്കാം. പക്ഷേ ഷാജൻ ചെയ്തത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ്. അതുകൊണ്ട് അയാൾക്ക് ഒന്നും സംഭവിച്ചില്ല. നാറിയത് കേരള പോലീസും പിണറായി വിജയനുമാണെന്ന് പറയേണ്ടി വരും പൊളിറ്റിക്സ് കേരളയ്ക്ക്. കളിക്കുന്നെങ്കിൽ കളി അറിഞ്ഞ് കളിക്കണം പോലീസിനോട് അത് ഉപദേശിക്കേണ്ട കാര്യമൊന്നും പൊളിറ്റിക്സ് കേരളയ്ക്കില്ല. എത്രയോ പാവങ്ങളെ നിങ്ങൾ ഇതുപോലെ അർദ്ധരാത്രി പിടിച്ചുകൊണ്ടുപോയി മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ കാണിച്ച് ജയിലിലടയ്ക്കുന്നു. ഷാജൻ്റെ കേസിൽ എന്തുകൊണ്ട് ജാമ്യമില്ലാ വകുപ്പ് നിങ്ങൾ ചുമത്തിയില്ല? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ബാക്കിയാണ്. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും പൊളിറ്റിക്സ് കേരള, അന്നും ഇന്നും എപ്പോഴും അപ്പോഴും.